അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവനെ നോക്കാനും അവനെ പരിചരിക്കാനും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെണ്ണ്. അത് നല്ല അടക്കവും ഒതുക്കമുള്ള ഒരു പെണ്ണ്. അത് സാമ്പത്തിക ഒരു വിഷയമല്ല, കഴിച്ചിട്ട് കൊണ്ടുവരുന്ന ഇതായിരിക്കണം, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പയ്യാമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഇംതിയാസിനെ കാണാനാണ്. ഇംതിയാസിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഇംതിയാസിന് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. ഇതാണ് ഇംതിയാസിൻ്റെ വീട്, ഇവരുടെ തറവാട് വീടാണ് കേട്ടോ. ഇതാണ് ഇംതിയാസ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇക്ക അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് ഇംതിയാസിൻ്റെ ബ്രദറാണ് അല്ലേ, ഏട്ടനാ? അപ്പോൾ ഇക്ക, അപ്പോൾ മൂപ്പർക്ക് കേൾവിയോ സംസാരവും ഇല്ല അല്ലേ? കേൾവി ഉണ്ട്, കുറച്ചുണ്ട്. സംസാരം കുറച്ച് സംസാരിക്കും, പേര് വിളവും സംസാരിക്കും, ആളെ വിളിക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു സംസാരം ഇല്ല. എന്നൊരു ഇതുള്ളൂ. ആൾക്കാരെ തിരിച്ചറിയാനും സംസാരിക്കാൻ പിന്നെ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ 100% ജോലി കഫ്തീരയിലാണ്. ഇവിടെ നാട്ടിൽ തന്നെ? ആ, നാട്ടിൽ തന്നെയാണ്. വയസ്സ് എത്ര ഉണ്ട്? വയസ്സ് 35 36 വയസ്സിലാ? അപ്പോൾ നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല. നമുക്ക് പിന്നെ സംസാരിക്കുന്ന ആളെയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ് വേണ്ടത്. സംസാരിക്കുകയൊക്കെ ചെയ്യും, അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൈക്കാലിന് കയറി ഈ എന്താ വിഷയം അങ്ങനത്തെ നമ്മൾ നോക്കുന്നുണ്ടോ? ഇല്ല, നോക്കുന്നില്ല. നോർമലായ ഒരാൾ. ഏട്ടനിക്കോ പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇവർ രണ്ടാളാണ് ഇപ്പോൾ സംസാരിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ് വേണ്ടത് അല്ലേ? രണ്ടാളുണ്ടല്ലോ, പിന്നെ മൂന്നാമതൊരാൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. കാരണം ഉമ്മ വയസ്സായ ഉമ്മയെന്ന് പിന്നെ അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരാളായിരിക്കണം. ഓനിക്ക് പിന്നെ നമ്മൾ വേറെ ഹെൽപ്പർ വെക്കാൻ കഴിയില്ല. അപ്പോൾ സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഒരു പെണ്ണ്. സാമ്പത്തിക പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്ന് നിൽക്കണം അല്ലേ? ഇങ്ങോട്ട് വന്ന് നിൽക്കണം. ഇവിടെ കണ്ണൂർ സിസ്റ്റം ഭാര്യൻ്റെ വീട്ടിൽ നിൽക്കുക എന്നുള്ളതാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ആളെയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ദിവസം ജോലിക്കും കാര്യമെല്ലാം പോയി എല്ലാം കൃത്യമായിട്ട് പോകും, പ്രശ്നമൊന്നുമില്ല, ആവശ്യമുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് എത്ര വയസ്സ് വരെയൊക്കെ നോക്കാം? 33 വരെയൊക്കെ നോക്കാം അല്ലേ? 1-2 വയസ്സ് വ്യത്യാസം എന്തായാലും ആവശ്യമല്ലോ. ഡിസ്റ്റൻസ് ഒരു ഇതാണല്ലോ. ഭർത്താവ് മരിച്ചതോ ഡിവോഴ്സ് ആയതോ ഒക്കെ നമുക്ക് പറ്റുമോ? പറ്റും. അപ്പോൾ അത് ബാധ്യത ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മക്കളെ ബാധ്യതയൊന്നും ഇല്ലാത്ത ഡിവോഴ്സ് ആയതോ ഭർത്താവ് മരിച്ചതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പിന്നെ ഇംതിയാസിൻ്റെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി വരുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആള് ദീനിയായതാണ് അല്ലേ? 5 നിസ്കരിക്കാൻ പോകുന്ന പള്ളി അടുത്തുണ്ടല്ലോ. അതെ, ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്തം പോകും, നോമ്പ് ബാങ്കൊക്കെ ചെറിയ രീതിയിൽ കേൾക്കും അല്ലേ? ഒന്നെ പോക്കാം, നമ്മളാരും പറിച്ചും പിടിച്ചൊന്നുമല്ല. ഒന്നെ പോക്കാന്ന്, വെള്ളിയാഴ്ച ഒന്നെ പോക്കാന്ന്. വെള്ളിയാഴ്ച അങ്ങനെ പള്ളിയിൽ പോകണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഒന്നെ കുളിച്ച് മാറ്റി കൃത്യമായിട്ടും എല്ലാ വെള്ളിയാഴ്ചയും കറക്റ്റ് 12 മണിക്ക് പള്ളിയിൽ എത്തുന്ന വെച്ചാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പള്ളിയിലേക്ക് പോകും. അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പ്രശ്നം വെച്ചിട്ട് ഇവിടെ ആരൊക്കെയാ താമസം? ഇപ്പോൾ പെങ്ങളുണ്ട്, പിന്നെ ഉമ്മ ഉണ്ട്, പിന്നെ 2 പട്ടണിയന്മാരുണ്ട്. പെങ്ങളെ ഹസ്ബൻഡ് വേറെ വീടെടുത്തിട്ടുണ്ട്. ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ വന്നതിനാൽ നിങ്ങൾ മൊത്തം എത്ര മക്കളാ? 8 മക്കളാണ്. 3 വീട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മക്കള് കല്യാണം കഴിച്ചാണ്. കണ്ടുകൊണ്ട് സിസ്റ്റത്തിൽ ഭാര്യ വീട്ടിൽ പോക്കാണ്. പിന്നെ 3 ഉമ്മയാണ് ഉള്ളത്. നിങ്ങൾക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇതന്നെ നല്ലൊരു പെണ്ണിനെ കിട്ടണം. ഒരു അച്ചടക്കത്തോടുള്ളൊരു പെണ്ണിനെ, അവനെ നോക്കാൻ പറ്റും, അവനെ നോക്കുന്ന ഒരുത്തനായിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഉണ്ടാകുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇപ്പം ഇതെന്നല്ല. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവനെ നോക്കാനും അവനെ പരിചരിക്കാനും അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പെണ്ണ്. അത് നല്ല അടക്കവും ഒതുക്കമുള്ള ഒരു പെണ്ണ്. അത് സാമ്പത്തിക ഒരു വിഷയമല്ല, കഴിച്ചിട്ട് കൊണ്ടുവരുന്ന ഇതായിരിക്കണം, എല്ലാ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കഴിച്ച് പോക്കാന്ന്. പക്ഷേ ഇത് ഇവൻ്റെത് ഇങ്ങനെ ആയതുകൊണ്ട് കഴിച്ചുമ്പോൾ കൊണ്ടുവരുന്നതില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. 36 വയസ്സാണ് ആയത്. നമുക്കൊരു 33-34 വരെ നോക്കാം. ഭർത്താവ് ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയതോ ഒക്കെ, മരിച്ചു പോയിട്ട് ഡിവോഴ്സ് ആയതോ ഒക്കെ നമുക്ക് നോക്കാം, ഒന്നും കുഴപ്പമില്ല. സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാളാവണം നല്ലതാണ്. കാരണം ഇവർ രണ്ടാളങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന ഒരാളാകുമ്പോൾ കുറച്ചുകൂടി ഓക്കെ ആണ് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ വരട്ടെ. ആൾ ദീനിയാണ്, പള്ളിയിൽ പോലും അങ്ങനെ നല്ല ദീനീപരമായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചിട്ടകളിൽ ജീവിക്കുന്ന അങ്ങനെ ഒരാളാവട്ടെ. ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അത്രേ വിവരങ്ങളുള്ളൂ. അപ്പോൾ ഇനിയിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ.
ആൾക്ക് ഈ സൈൻ ലാംഗ്വേജ് ആംഗ്യ ഭാഷയിലാണല്ലോ നമ്മൾ തന്നെ ഒരു എത്ര വരെ പഠിച്ചേ? പിന്നെ 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. എഴുത്തും വായന അറിയില്ല അല്ലേ? എഴുതോ അങ്ങനെ നമ്പറിൽ ഇത് പൈസേൻ്റെ കണക്കൊക്കെ അറിയോ? പൈസൻ്റെ കണക്ക് അങ്ങനെ വിൽങ്ങനതൊന്നുമില്ല. എഴുത്താറിനോടല്ലേ? ഇപ്പോൾ ഈ പഠനത്തിൻ്റെ കുഴപ്പം കൊണ്ടുള്ള പൈസേൻ്റെ കണക്ക് കൂട്ടാനോ അങ്ങനെ ഒന്നും അറിയില്ല അല്ലേ? പൈസേൻ്റെ കണക്കൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ അറിയുന്ന ഒരാൾ ആവണല്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരാളെ. അതെ 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 അതെ. അപ്പോൾ ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് അത്രയേ ഉള്ളൂ. ഇംതിയാസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. അപ്പോൾ എഴുതാനും വായിക്കാൻ അറിയില്ല, പൈസേൻ്റെ കണക്ക് അങ്ങനെ ഒന്നും ആൾക്ക് അറിയില്ല. പിന്നെ വരുന്ന ആൾക്ക് അതൊക്കെ ഒരു അറിയുന്ന ആളായാൽ അത്രയും ഓക്കെയാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ദൂരം അതൊന്നൊരു വിഷയമാക്കുന്നില്ല. ഒരു 33-34 വയസ്സ് വരെയൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ്. സംസാരിക്കാനും കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ ഇവർ ഭിന്നശേഷിയുള്ള ആൾ എന്താ വെച്ചാൽ ചെറിയ എന്തെങ്കിലും മൈന്യൂട്ട് ഇതൊന്നും കുഴപ്പമില്ല. അവർക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനും പിന്നെ ആളെ ഓക്കെ ആയ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരാളാവുക എന്നുള്ളതാണ്. വേറൊന്നും അതൊന്നും വിഷയമല്ല. അവർ കൂടുതൽ വിഷയങ്ങളുള്ള ആളാവരുത് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. കാരണം അവരെയും കൂടെ വേറൊരാൾ നോക്കുന്ന സ്ഥിതി ഇവർക്ക് ആവില്ല എന്നുള്ളതാണ്. കാരണം നിലവിൽ 2 ആളങ്ങനെ ഉള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മുമ്പോട്ട് വരിക. കല്യാണത്തിന് ശേഷമുള്ളൊരു കാര്യത്തിൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കറക്റ്റ് വിളിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ.